മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് സ്റ്റിച്ചിങ് ക്ലാസ് 7ാമത്തെയാണ്. പാർട്ട് 2 ആയ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബ്ലോഗും ഉണ്ട്. ആ ബ്ലോഗിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും എൻ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അതൊരു സ്റ്റിച്ചിങ് ബുക്ക് പോലെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ എടുത്തേക്കുന്നത് അംബ്രല്ല സ്കേർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഒരു തുണിയാണ് എടുത്തേക്കുന്നത്. അതിന് ഇങ്ങനെ രണ്ടാക്കി ഞാൻ മടക്കിയിട്ട് ഇങ്ങനെ മടക്കിയാലാണ് നമുക്ക് ഈ സ്കേർട്ടിന് ആവശ്യമായിട്ടുള്ള ആ ഒരു അളവ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ വേണം മടക്കാനായിട്ട്. ഞാനിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. 1 2 രണ്ടാക്കി മടക്കി എന്നിട്ട് ഈ തുമ്പ് ഇങ്ങനെ കൈ പിടിച്ച് കോർണർ ടു കോർണർ ആയിട്ട് ഞാൻ ഇങ്ങനെ മടക്കി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1 2 3 4 4 ലെയർ ഉണ്ട് കണ്ടില്ല. 1 2 3 4 ലെയർ എന്ന രീതിയിൽ ഞാൻ ഇതിനെ എടുത്തിട്ടുണ്ട്. ഞാനിത് പിൻ ചെയ്ത് വെക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അളവുകൾ മൊത്തം തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ വെച്ചു. നമുക്ക് 0 to 1 5.8 ആണ്. എവിടെയാണ് ഈ 5.8 കിട്ടണേന്ന് നോക്കാം. 5.8 എന്നുള്ള 6 എടുത്താലും കുഴപ്പമില്ല. 5.8 ഇങ്ങനെയാണ് നമുക്ക് 5.8 കിട്ടുന്നുണ്ട്. ഇതിവിടെ ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചു. 5.8. പിന്നെ നമുക്ക് ലെങ്ത് വരുന്നത് 0 to 2 നമുക്ക് 13.5 ആണ്. നമുക്ക് എവിടുന്ന് 13.5 കിട്ടണുണ്ടോന്ന് നോക്കാം. എനിക്കിതേ 13.5 എനിക്ക് ഇവിടെ കിട്ടി. 13.5 അടയാളപ്പെടുത്തി. കുറച്ച് കണ്ട് നീക്കിയിട്ട് വീണ്ടും ഞാനൊരു 13.5 അടയാളപ്പെടുത്തി. നമുക്കിത് ഇങ്ങനെ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി എടുത്തു. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരച്ചേക്കണേ. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു കേർവ് വരയ്ക്കാം. ഇങ്ങനെ ചെറിയൊരു കേർവും ഇതേപോലെ വരച്ചു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ കൂടുതൽ വേറെ ഇതിലൊന്നും ചെയ്യാനില്ല. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വന്നുകൊണ്ടാ ചെറിയൊരു എന്താ പറയാ വി പോലെ സ്കേർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല ഭംഗിയില് നമുക്ക് കിട്ടും. ഇനി അതിന്റെ ലൈനിങ് തുണിയും ഞാൻ കട്ട് ചെയ്തു. ഇതാണ് അതിന്റെ ലൈനിങ് തുണി വരുന്നത്. ലൈനിങ് തുണിയും ഞാൻ ഒപ്പത്തിനൊപ്പം തന്നെ വെച്ച് താഴെ 1 ഇഞ്ച് മാത്രമാണ് ഡിഫറൻസ് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇത് ഭയങ്കരമായിട്ട് നീളടിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ താഴെ 1 ഇഞ്ച് കൊടുത്തിട്ടുള്ളൂ. സാധാരണ ലൈനിങ് തുണി നമ്മൾ എടുക്കണ തുണിയേക്കാളും 1 2 3 ഇഞ്ച് നമ്മൾ കുറവാണ് എടുക്കാറ്. ഞാൻ ഇത് 1 ഇഞ്ച് മാത്രമേ ഇറക്കത്തിൽ കുറവ് വരുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി നമുക്ക് ബെൽറ്റ്, അതായത് അരപ്പട്ട കട്ട് ചെയ്യാം. ഇനി അടുത്തത് ബെൽറ്റ് ആണ്. ബെൽറ്റിന് ആവശ്യം നമുക്ക് 3 to 4 5 ഇഞ്ച്, 3 to 6 6.8 7 ഇഞ്ചിന് എടുക്കുക. 7 ഇഞ്ച് നമ്മൾ 14 ഇഞ്ച് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ടും ബാക്കിലേക്ക് 14 28 ഇഞ്ചോളം വേണ്ടി വരും. അപ്പൊ ഞാൻ ഈ തുണി രണ്ടാക്കി മടക്കിയിട്ടേക്കാണ്. ഞാൻ ഇവിടെ 14 ഇഞ്ച് എടുക്കാണ്. ഇവിടെ ഞാൻ 14 ഇഞ്ച് എടുത്തു. ഇതിന്റെ ലെങ്ത് 5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടെയും 5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഞാനിത് കട്ട് ചെയ്തെടുക്കാണ്. ഇത് കട്ടി കുറവായതുകൊണ്ട് ഇതിന്റെ കൂടെ ലൈനിങ് പീസും കൂടി ഞാൻ വെക്കുന്നുണ്ട്.
ഞാൻ ഇതിൻ്റെ അടിയിൽ ലൈനിങ് പീസ് കൂടി വെച്ചു. ഇതിനെ ഒരുമിച്ച് കട്ട് ചെയ്യാണ്. വെക്കണമെന്നില്ല, ഞാൻ പറഞ്ഞല്ലേ കട്ടിയില്ലാത്ത തുണി ആയതുകൊണ്ട് ഞാനതിന് ലൈനിങ് കൂടി വെക്കണം. ഇത്രയാണ് ആകെ കൂടി സ്കേർട്ടിനുള്ളൂ. ഇനി ഹുക്ക് വെക്കാനായിട്ടുള്ള ഒരു പട്ട വേണം. അത് ഞാൻ ലൈനിങ് തുണി തന്നെ എടുക്കാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണിക്ക് അധികം കട്ടിയില്ലാത്തത് കൊണ്ട് നമുക്ക് ആവശ്യം വരുന്നത് ഒരു 12 ഇഞ്ച് നീളവും നീളമല്ല വിഡ്ത്തും ഒരു 2 ഇഞ്ച്. നമ്മുടെ പട്ടയ്ക്ക് നമ്മൾ 2 ഇഞ്ചല്ലേ, ബെൽറ്റ് നമ്മൾ 2 ഇഞ്ചല്ലേ കൊടുക്കണം. 5.5 കൊടുക്കണമെങ്കിലും തയ്ച്ചു വരുമ്പോൾ 2 ഇഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പം 2 ഇഞ്ച് നീളവും 12 ഇഞ്ചോളം വീതിയും ഞാൻ എടുക്കാണ്. 12 ഇങ്ങനെ കട്ട് ചെയ്തെടുത്തില്ലേ. ഇനി നമ്മൾ 2 സൈഡും ഒക്കെ മടക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ, അതായത് ഇതിങ്ങനെ വെക്കുക. ഇങ്ങനെ നമ്മൾ മടക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹുക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇടും. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കാട്ടിത്തരാം. ഇത്ര കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം.